വിഷുവിൻ്റെ ഒരു കുഞ്ഞ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഒരു ഫസ്റ്റ് പാർട്ട് പോലെ ആയിരിക്കും ശരിക്കും ഇത്. നമുക്ക് ഇനി സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത് പട്ടാമ്പിയിലേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു വിഷുവിൻ്റെ ഒരു ഷൂട്ട് ചെറുതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ധാവണിക്കുള്ള ഷോളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ തേച്ചപ്പോൾ ഇപ്പോഴത്തെയും പോലെ നമ്മുടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ണാടയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലൂ ഗ്ലാസ് ആക്കിയിട്ടുണ്ട് കേട്ടോ വെക്കണത്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ അതിലുള്ള പല്ലൊക്കെ പുറത്തേക്ക് വേണ്ടിയിട്ട് നിന്നേരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മൾ ആദ്യം പോയത് നമ്മുടെ പട്ടാമ്പി പരാഗയിലേക്കാണ്. അവിടെ മെറ്റീരിയൽ കിട്ടുമല്ലോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. പരാഗ് കിട്ടോ, തെറ്റിപ്പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ തേജു അപ്പുറത്തിരിക്കണ വണ്ടിയുമ്പോൾ പോയിട്ട് തലയ്ക്ക് കൈയും കൊടുത്ത് കിടക്കുക കേട്ടോ. വേറെ നല്ല വെയിലത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണം വന്നുകൊണ്ട് അവൻ അയ്യോ എനിക്ക് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി പറക്കിയിട്ടാണ് കിടക്കണത്. പിന്നെ ഞങ്ങൾ വേഗം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സമാധാനമായി. കാരണം AC ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഓരോ മെറ്റീരിയൽ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഷോള് മാത്രമേ വേണ്ടൂ. അപ്പോൾ ധാവണിക്കുള്ള ഷോൾ ആയതുകൊണ്ട് അവർ മുകളിലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ മീറ്റർ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ ഓടിച്ചെന്നിട്ട് ഈ ഒരു സംഭവം എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ നല്ല റേറ്റ്. ഈ ഒരു ഷൂട്ടിന് വേണ്ടി ഇത്ര റേറ്റിൻ്റെ മെറ്റീരിയൽ വാങ്ങണമെന്ന് കുറച്ച് നേരം ഞാൻ ചിന്തിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു മോഡൽ നോക്കിയിട്ടോ. അങ്ങനെ ഇതാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് വലിയ റേറ്റ് ഇല്ല. മറ്റേനെ സംബന്ധിച്ച് റേറ്റ് കുറവാണ്. പിന്നെ ഓൾറെഡി വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പീസോള് കിടക്കുന്നുണ്ട്. പക്ഷെ അവരിത് ധാവണിക്ക് സെറ്റ് ആവില്ല, ലെങ്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ അങ്ങനെ ആ രണ്ടെണ്ണം എടുത്തു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് പടക്കക്കടയൊക്കെയാണ്. പടക്കങ്ങൾ എന്ന് നമുക്ക് വീക്ക്നെസ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം വിൻഷേട്ടനായാലും തേജുവിനായാലും പടക്കും കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയാണ്. എനിക്കും അതേട്ടാ. പക്ഷേ വിഷു ആയിട്ട് നമുക്ക് പടക്കം വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയിട്ട് കുറച്ചൊക്കെ പടക്കങ്ങൾ നോക്കി. തേജു ആണെങ്കിൽ വലിയ ഐറ്റംസ് നോക്കിയിട്ടൊക്കെ ആയിട്ട് എടുക്കണത്. എന്നാലും നമുക്ക് പൊട്ടിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ കൃഷ്ണൻ്റെ കണി വെക്കാൻ നമുക്ക് വാൽക്കണ്ണാടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഇതൊരു സോഡാ സർബത്തും കുടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.